വേനൽ കനത്തതോടെ ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി തടയണയിൽ ജലനിരപ്പ് കുറഞ്ഞു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് ജല അതോറിറ്റി. 20 ദിവസത്തിന് പമ്പ് ചെയ്യുന്നതിനുള്ള വെള്ളം മാത്രമാണ് തടയണയിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് അധികൃതർ പറയുന്നത്. മഴക്കാലത്ത് കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിനായി തടയണയിൽ മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടുന്നതിനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ ഒരു തുള്ളി വെള്ളം പോലും സംഭരിക്കാനാകാതെ ഷട്ടറുകൾ തുറന്നിട്ടതോടെ തടയണയിലൂടെ വെള്ളം ഒഴുകിപ്പോയിരുന്നു. ഇത്തവണ മണലെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ ജലം സംഭരിക്കാൻ കഴിയും. ആകെ 360 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ ഉയരത്തിലുമാണ് തടയണയുള്ളത്. പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണിയാണ് നിലവിലുള്ളത്. തടയണയിൽ വെള്ളം കുറയുന്നതോടെ തീരങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നുണ്ട്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിനും വാണിയംകുളം പഞ്ചായത്തിനുമായാണ് തടയണയുടെ ഒരു ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത്. പലപ്പോഴും ഊഴമനുസരിച്ചാണ് വെള്ളം പമ്പ് ചെയ്യേണ്ടി വരുന്നത്. മറുഭാഗത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്തും കുടിവെള്ളത്തിനായി തടയണയെ ആശ്രയിക്കുന്നുണ്ട്. വേനൽ മഴയുടെ അളവ് കുറഞ്ഞതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത്. കഴിഞ്ഞ വേനൽക്കാലത്ത് വേനൽമഴ ഇടയ്ക്ക് ലഭിച്ചതിനാൽ വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ വേനൽ മഴയും കുറഞ്ഞു. ഭാരതപ്പുഴയിൽ തടയണകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഷൊർണൂർ തടയണയിൽ അടിഞ്ഞുകിടക്കുന്നത് ഏകദേശം 1.5 ലക്ഷം m³ മണൽ ശേഖരമാണ് എന്നാണ് കണ്ടെത്തൽ. 2.5 മീറ്റർ ഉയരമുള്ള തടയണയിൽ 1.5 മീറ്ററിലധികം ഉയരത്തിൽ മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മണൽ മൂലം തടയണകളുടെ ജലസംഭരണ ശേഷിയിൽ കാര്യമായ കുറവും സംഭവിച്ചതായാണ് റിപ്പോർട്ടുകളിലുള്ളത്. വേനലിലെ ജലക്ഷാമം നേരിടാൻ ഇത് തടസ്സമാണ്. മഴക്കാലത്ത് തടയണകൾ അതിവേഗം നിറഞ്ഞ വെള്ളപ്പൊക്കത്തിനും കാരണമാകാറുണ്ട്. ഇതോടെയാണ് സർക്കാർ ഭാരതപ്പുഴയടക്കം ജലാശയങ്ങളിലെ മണൽ ശേഖരം നീക്കം ചെയ്യാൻ പദ്ധതി ആരംഭിച്ചത്. വെള്ളത്തിൽ സ്ഥാപിച്ച പ്രത്യേക മോട്ടോറുകൾ ഉപയോഗിച്ചാണ് സ്വകാര്യ കമ്പനികൾ തടയണകളിൽ നിന്ന് എക്കലും മണലും വേർതിരിച്ചെടുക്കുന്നത്. മിക്ക തടയണകളും കേന്ദ്രീകരിച്ച് കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നതിനാൽ വെള്ളം കലങ്ങാതിരിക്കാൻ പരിമിതമായ അളവിലാണ് മോട്ടോറുകളുടെ പ്രവർത്തനം നടക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.